സാരംഗി ഓൺലൈൻ കളക്ഷന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു ബംഗാൾ കോട്ടൺ സാരികളിൽ കുറച്ച് ഡാമേജ് ഉള്ള സാരികളുടെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതിനകത്ത് എക്സ്ചേഞ്ചോ റീഫണ്ടോ ഉണ്ടായിരിക്കില്ല. ചെറിയ ചെറിയ ഡാമേജുകൾ മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ ചെറിയൊരു പാട് പോലെ ഉണ്ടാവും, ചിലപ്പോൾ ചെറിയൊരു ഹോള്, അത്രയൊക്കെ ഉള്ളൂ. അതും നമ്മൾ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള ഭാഗത്തൊന്നും ആയിരിക്കില്ല. നമുക്ക് ചെറിയ ഹോളൊക്കെ നമുക്ക് ചിലപ്പോൾ ആ ത്രെഡിന്റെ വീവിങ് ഉണ്ടല്ലോ, ചെറുതായിട്ട് തയ്ക്കാൻ അറിയുന്നവർക്കൊന്ന് ത്രെഡ് ചെയ്ത് ഒന്ന് ചിലക്കം മതി, അത്രയൊക്കെ ഉള്ളൂ. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ് എല്ലാം. ഓരോന്നിന്റെ കംപ്ലൈന്റുകൾ എടുത്ത് പറയുന്നില്ല. ചിലതിന് ലെങ്ത് 5 മീറ്റർ കുറച്ച് കുറവായിരിക്കും ലെങ്ത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ശരിക്കും നമുക്കത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് നമ്മളിത് ഡാമേജ് സെയിലായിട്ട് ഇടുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 420 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 420 രൂപയ്ക്ക് രണ്ടെണ്ണം എടുത്ത ഫ്രീ ഷിപ്പിംഗ് ആണ്. ഒരെണ്ണം ആണെങ്കിൽ ഷിപ്പിംഗ് 50 രൂപ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. ആരും ഇത് റിട്ടേൺ തരാനോ റീഫണ്ട് ചെയ്യാനോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞേക്കാൻ ചെയ്യില്ല നമ്മൾ, കാരണം ഇത് ഡാമേജ് സാരീസ് ആണ് കേട്ടോ. അപ്പൊ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഒന്നാമത്തെ സാരി നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം ഒരു 1000 സാരിയുടെ അടുത്ത് ഈ ബംഗാൾ കോട്ടൺ സാരി മാത്രം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെയിൽ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വളരെ സെലക്ട് ഇങ്ങനെ ഈ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അത് ഇപ്പൊ ആദ്യമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ അയക്കുമായിരുന്നു. അപ്പൊ 1-2 കംപ്ലൈന്റുകൾ വന്നതിന് ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അയച്ചു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്തതിനകത്ത് കുറച്ച് സാരികളാണ് മാറ്റി വെച്ചേക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, 2 സാരികളാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും, 1 സാരി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും. ഇതാണ് ഒന്നാമത്തെ സാരി. ഇതൊക്കെ ചെറിയ ചെറിയ കംപ്ലൈന്റ് എടുത്ത് ചിലപ്പോൾ ഇതിന് 5 മീറ്റർ താഴെയാണ് ലെങ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു ലൈനിങ്ങിന്റെ തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നല്ല നല്ല സാരികൾ തന്നെയാണ്, പ്യുവർ കോട്ടൺ ആണ്, ബംഗാൾ കോട്ടൺ സാരികൾ തന്നെയാണ് കേട്ടോ. ഇത് ഒന്നാമത്തെ സാരി. ഇതാണ് രണ്ടാമത്തെ സാരി. നല്ല പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന, ഇതിന് ചെറിയൊരു ഹോള്. എനിക്ക് നമ്പർ പറയണം കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തില്ലേലും എനിക്ക് കുഴപ്പമില്ല, നമ്പർ പറയണം, ഇല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ ആവും. ഇതാണ് നല്ലൊരു പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന സാരിയാണ്. ജസ്റ്റ് ഞാൻ ഓടിച്ചോടിച്ച് പോവുകയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ. ഇതാണ് ഇതിന്റെ പല്ലു. ഇത് സാരി നമ്പർ 2. അടുത്തത് സാരി നമ്പർ 3. ഇത് നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുള്ള സാരികളല്ല, നമ്മൾ ചെക്ക് ചെയ്ത് അന്ന് മാറ്റിയ സാരികളാണ്. ഒരു യെല്ലോയും ഇങ്ങനെ വരുന്നൊരു കോമ്പിനേഷൻ. അത്യാവശ്യം ഡിസ്റ്റർബൻസ് ഉണ്ട്, നല്ല മഴ ഇടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കും. ഇതാണ് മൂന്നാമത്തെ സാരി. ഇങ്ങനെ വരും. ഇതൊക്കെ ചെറിയൊരു പാട് പോലെയൊക്കെ വരുന്നതേ ഉള്ളൂ, ചെറുതായിട്ട്. ചിലപ്പോൾ അത് നമ്മൾ ഒരു പക്ഷെ ഒരു ചെറിയ തുണി തൊട്ട് തുടച്ചാൽ പോലും പോവായിരിക്കും. പക്ഷെ അത്രയ്ക്കൊന്നും ഞാൻ നോക്കുന്നില്ല, കാരണം നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതിന് യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാത്ത സാരിയാണ്. നമ്മൾ അന്ന് സെയിൽ ഇട്ടിട്ട് പോകാത്ത സാരിയാണ് കേട്ടോ. അതാണ് ഇതിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് 420 രൂപ. രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിങ്ങിൽ ആണ് തരുന്നത്. ഒരെണ്ണം ആണെങ്കിൽ 50 രൂപ ഷിപ്പിംഗ് ചാർജ് വരും. ഇങ്ങനെ വരും. നമ്മൾ കാണിച്ചിട്ടുള്ള സാരിയാണ്. ഇത് അന്ന് സെയിൽ ആകാത്ത സാരിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കംപ്ലൈന്റും ഇല്ലാത്ത സാരിയാണിത്. അടുത്തത് സാരി നമ്പർ 5. ഈ സാരിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, നല്ലൊരു അടിപൊളി കളറും ഒക്കെയാണ്. ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് കുറച്ച് കുറവുണ്ട് കേട്ടോ. 5 മീറ്റർ താഴെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ശരിക്കും ഒരു ലൈനിങ്ങിന്റെ ഇതൊക്കെ വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള സാരി. ഇതിന് വേറെ ഡാമേജോ അങ്ങനെ ഒന്നും ഇല്ലാത്ത സാരിയാണ്. ഇതിന്റെ പല്ലു. ഈ 5 മീറ്റർ കുറവെന്ന് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്ന സാരി 5 മീറ്റർ താഴെയായിട്ട് ഞാൻ എടുത്ത സാരിയാണത്. അതിനൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. 1-2 ഫ്ലീറ്റേ കിട്ടുകയുള്ളേ ഉള്ളൂ. ഇത് സാരി നമ്പർ 6. ഇങ്ങനെ വരും. ഒരു യെല്ലോ കളറിൽ ഗ്രീൻ കളർ ബോർഡർ. ചെറിയൊരു ഡാമേജ് ഉണ്ട് കേട്ടോ ഇതിന്. ഈ വക്കിന്റെ ഈ അരികിലെങ്കാണ്ട് ചെറുതായിട്ട്, അത്രേ ഉള്ളൂ. ഇത് സാരി നമ്പർ 6. സോറി, 6 തിരിച്ചാ പിടിച്ച കേട്ടോ. 6 ആണ് കേട്ടോ. പല്ലു വന്നിട്ട് സാരി നമ്പർ 7 ആണ്. നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ. അതെ, ഇങ്ങനെ വരും. ഒരു ടെമ്പിൾ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്ന നല്ല കട്ടിയുള്ളൊരു കോട്ടൺ സാരി തന്നെയാണ്. ഇതാണ് സാരി നമ്പർ 7. അടുത്തത് സാരി നമ്പർ 8. ഇങ്ങനെ വരും.
ഇതിന്റെ ഇവിടെ എങ്ങാണ്ട് ചെറിയ പാട് പോലെ കണ്ടോ, ഇത് ചിലപ്പോൾ വാഷ് ചെയ്താൽ പോണതായിരിക്കും, പക്ഷെ നമുക്കത് ഫസ്റ്റ് ക്വാളിറ്റി ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉള്ളൂ. ഇത് സാരി നമ്പർ 8. ഇപ്പൊ വീട്ടിൽ ഉടുക്കുന്ന അമ്മമാർക്കും അത്യാവശ്യം നമുക്ക് അടുത്തൊക്കെ പോകുമ്പോൾ ഇതൊക്കെ സുഖമായിട്ട് ഉടുക്കാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ല. അത്രയ്ക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും അല്ല, ഇങ്ങനെ അത് പറയണല്ലോ. സാരി നമ്പർ 8. പ്രൈസ് വരുന്നത് 420 രൂപ. 2 എണ്ണത്തിനാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ്, ഒരെണ്ണാണെങ്കിൽ 50 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും. ഇതിന് ചെറിയൊരു ഹോളുണ്ട് കേട്ടോ ഈ സാരിക്ക്, ചെറുതായിട്ട് കുഞ്ഞൊരു ഹോള്. ഒരു ഉൾഭാഗത്താ വരുന്നത്. ഉണ്ടോ, നല്ലൊരു കളർ ചാർട്ടാ, നല്ല ഗ്രീനും ഡാർക്ക് പീച്ച് കളറൂടെ വരുന്ന ഒരു സാരിയാണ്. അതൊക്കെ നല്ല സാരികളാ. ചെറുതായിട്ട് ഉൾഭാഗത്ത് ഒരു ചെറിയ ഹോള് പോലെ വരുന്നുണ്ട്. ഇതിന്റെ പല്ലുതേ ഇങ്ങനെ വരും. സാരി നമ്പർ 9. നമ്പർ പറയാൻ മറക്കരുത്. നമ്പർ പറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ സാരിയുടെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമ്പർ അതിനകത്ത് ഇല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ചോദിക്കാറുണ്ട് നമ്പർ എത്രയാണ്. അടുത്തത് സാരി നമ്പർ 10. ഈ സാരിക്ക് ഡാമേജ് ഒന്നുമില്ല. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടതാണ്, ഇട്ടിട്ട് നമുക്ക് സെയിൽ ആവാത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും സെയിൽ ആവാത്തതല്ല, മാറ്റി വെക്കാൻ പറയും, നമ്മൾ മാറ്റി വെക്കും, അവരെടുക്കില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡിസ്കൗണ്ട് സെയിൽ വീണ്ടും ഇടേണ്ടി വരുന്നു. ഇതാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. ഇത് സാരി നമ്പർ 10. ഒരു ഡാമേജും ഇല്ലാത്ത സാരിയാ, അത്യാവശ്യം നല്ലൊരു സാരിയാ. സാരി നമ്പർ 10. ഈ കളറൊക്കെ എന്തോരം ആൾക്കാർ ചോദിച്ച സാരികളാ. ഇത് സാരി നമ്പർ 11. ഇതിന് ചെറിയൊരു ഹോള്, നമ്മുടെ കുത്തുന്ന ഭാഗത്ത് ചെറിയൊരു ഹോള് അങ്ങനെ എങ്ങാണ്ട് വരുന്നുള്ളൂ. കാണാനും മാത്രമുള്ള ഭാഗത്തൊന്നും അല്ല, വേറെ ഇതിന് കംപ്ലൈന്റ് ഒന്നുമില്ല. ഇങ്ങനെ വരും. നല്ലൊരു സാരിയാണ്. എല്ലാ സാരികളും നല്ലതാണ് കേട്ടോ, ഒന്നും മോശമെന്നല്ല. ചെറിയ ചെറിയ ഡാമേജസ് മാത്രമേ ഇതിനുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങനെയുള്ളവരെ എടുക്കാവുള്ളൂ. സാരി നമ്പർ 11. അടുത്ത സാരി നമ്പർ 12. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ, നല്ല സിമ്പിൾ സാരിയാണ്. ചെറിയ എന്തോ പ്രശ്നമുള്ളൂ കേട്ടോ ഇതിന്. ഇത് സാരി നമ്പർ 12. അടുത്തത് സാരി നമ്പർ 13. ചെറിയൊരു പാട് പോലെ അങ്ങാണ്ട് അകത്ത് അത്രേ വരുന്നുള്ളൂ. സാരി നമ്പർ 13. വീട്ടിൽ അമ്മമാരെ കൊടുക്കുന്നവർക്കുണ്ടെങ്കിൽ നമുക്കിത് സുഖമായിട്ട് മേടിച്ചെടുക്കാം, കാരണം അങ്ങനെ വലിയൊരു കംപ്ലൈന്റ് ഉള്ളൂ, വെയിറ്റ് ഉള്ള സാരി ഒന്നുമല്ല. സാരി നമ്പർ 13. അടുത്തത് സാരി നമ്പർ 14. ഇങ്ങനെ വരും. നല്ലൊരു മെറൂൺ കളർ. സാരി നമ്പർ 40. ഇതുണ്ട് ചെറിയൊരു പാട്, ഇങ്ങനത്തെയൊക്കെ ഉള്ളൂ. ചെറിയൊരു പാടൊക്കെ വരുന്നതേ ഉള്ളൂ, കാണാൻ മാത്രം ഇല്ല. സാരി നമ്പർ 40. നമ്മൾ മാക്സിമം ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പൊ എന്തെങ്കിലും കാണാതെ പോകുന്നത് മാത്രമേ അങ്ങനെ വിടാറുള്ളൂ. ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് എടുക്കില്ല, ഫസ്റ്റ് ക്വാളിറ്റിയിൽ എടുക്കില്ല. സാരി നമ്പർ 15. നല്ല റോസ് കളർ സാരി കേട്ടോ. ഇങ്ങനെ വരും. സാരി നമ്പർ 15 ആണ്. നല്ല റോസ് കളർ കണ്ടോ, ഇങ്ങനെ വരും. നല്ല ഇടി മഴയൊക്കെ ആട്ടോ, അതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആവും. സാരി നമ്പർ 15. അടുത്തത് സാരി നമ്പർ 16. നല്ല അടിപൊളി വൈറ്റ് കളർ സാരി, മിൽക്കി വൈറ്റ് കളർ, നല്ല വൈറ്റ് കളർ ആട്ടോ, പ്യുവർ വൈറ്റ്, ഓഫ് വൈറ്റ് അല്ല, പ്യുവർ വൈറ്റ്. സാരി നമ്പർ 16. ഇതിനകത്ത് അങ്ങനെ അകത്തെ ഭാഗത്തൊരു ചെറിയൊരു പാട് പോലെ ഉള്ളൂ, അറിയ പോലും ഇല്ലത്. നല്ല വൈറ്റ് കളർ അല്ലേ, അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഇട്ടത്. നല്ല സാരി ആയിരുന്നു അത്. ഇത് പല്ലു ഇതേ ഇങ്ങനെ വരും. സാരി നമ്പർ 16 ആണ്. നമ്പർ പറയാതെ മറക്കരുത്. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത്. ഒരു 5 ദിവസം വരെ കിട്ടിയില്ലെങ്കിൽ ചോദിക്കുക. കേരളത്തിന്, ഇന്ത്യയുടെ അകത്തുള്ള ഒരു 5 ദിവസം വരെ അല്ലെങ്കിൽ 6 ദിവസം വരെ കിട്ടിയില്ലെങ്കിൽ ചോദിക്കുക. ഇന്ത്യക്ക് വെളിയിലേക്ക് കുറച്ചുകൂടെ ലേറ്റ് ആവും കേട്ടോ. നല്ലൊരു ഗോൾഡൻ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ. സാരിക്ക് കുറച്ച് ലെങ്ത് കുറവുണ്ട് കേട്ടോ, 5 മീറ്റർ കുറച്ച് താഴെയാണ് ഇതിന്റെ ലെങ്ത്, അതുകൊണ്ടാണ് ഇത് ഡിസ്കൗണ്ട് സെയിൽ ഇട്ടത്. സാരി നമ്പർ 17. ഇതൊക്കെ ഒരു ലൈനിങ്ങിന്റെ ഇത് വാങ്ങി വെച്ചാൽ മതി കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല.
സാരി നമ്പർ 70. നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ വാങ്ങിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിലേ വാങ്ങാവുള്ളൂ. കാരണം റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നുമില്ല, അത് ഓർത്തുകൊള്ളുക. സാരി നമ്പർ 18. ചെറിയൊരു ഡാമേജ് എങ്ങാണ്ട് ഇതിനുള്ളൂ. ഇങ്ങനെ വരും. നല്ലൊരു കളർ, ലൈറ്റ് ചിക്കു കളർ നമ്മൾ പറയില്ലേ, ആ കളറാണ്. ഇങ്ങനെ വരും. സാരി നമ്പർ 80. സാരി നമ്പർ 19. ലൈറ്റ് പിങ്ക് കളറാണ്. പ്രത്യേകിച്ച് കസവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതാണ് സാരി നമ്പർ 19. അടുത്തത് സാരി നമ്പർ 20. നല്ലൊരു കളറാ കേട്ടോ. ഉണ്ടോ? നല്ല സൂപ്പർ കളറാ. ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനോടെ വരുന്നുണ്ട്. ഒരു ഡാർക്ക് പീച്ച് കളർ അല്ലേ, നല്ല കളർ. സാരി നമ്പർ 20. ഇനി എപ്പോഴെപ്പോഴും ഞാൻ പറയുന്നില്ല, ചെറിയ ചെറിയ ഡാമേജസേ ഉള്ളൂ, വലിയ വലിയ വിഷയങ്ങളൊന്നും അല്ല കേട്ടോ. സാരി നമ്പർ 20. സാരി നമ്പർ 21. പെയിൽ യെല്ലോ കളറാണ് കേട്ടോ സാരി വരുന്നത്. പ്രത്യേകിച്ച് ഇതിന് കീറലൊന്നുമില്ല, ചെറിയ പാടം കണ്ടുണ്ട്, അത്രേ ഉള്ളൂ. സാരി നമ്പർ 21. സാരി നമ്പർ 21. അടുത്തത് സാരി നമ്പർ 22. ഒരു പേസ്റ്റൽ കളറാ കേട്ടോ, പേസ്റ്റൽ പീച്ച് കളർ. ഇതും കീറിയതൊന്നുമല്ല, ചെറിയൊരു പാട് പോലെ അകത്തെവിടെയോ ഉണ്ട്, അത്രേ ഉള്ളൂ. സാരി നമ്പർ 22. എല്ലാ സാരികളും നമുക്ക് അങ്ങനെ എടുത്തെടുത്ത് എന്താ ഡാമേജ് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി സമയം എടുക്കും. ചെറിയ ചെറിയ ഡാമേജസ് ആണ്, വലിയ പ്രശ്നമുള്ള ഡാമേജസ് ഒന്നും അല്ല. സാരി നമ്പർ 22. അടുത്തത് സാരി നമ്പർ 23. ഒരു ഡാമേജും ഇല്ലാത്ത സാരിയാണ്, മാറ്റി വെച്ചതാണ്. കസ്റ്റമർ പറഞ്ഞിട്ട് മാറ്റി വെച്ചു, അവരെടുത്തില്ല. കോണ്ടാക്ട് ചെയ്തിട്ട് എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ വെച്ച സാരിയാണ്. സാരി നമ്പർ 23. നല്ലൊരു സാരിയാണ്, മെറൂൺ കളർ. ഇങ്ങനെ വരും. ഈ ബംഗാൾ കോട്ടൺ സാരിയിൽ ഒരെണ്ണം പോലും ബാലൻസ് വരില്ല, എല്ലാ എൻക്വയറിക്ക് വരുന്ന സാരികളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള സാരികളാണെങ്കിൽ എങ്ങനെയെങ്കിലും 1-2 പീസൊക്കെ ബാലൻസ് വരും, പക്ഷെ ഇതിനകത്തൊന്നും ബാലൻസ് വരില്ല. ഇത് ചെറിയൊരു ഡാമേജ് ഉള്ള സാരിയാണ് കേട്ടോ. സാരി നമ്പർ 24. നല്ല കോഫി ബ്രൗൺ ആണ് കളറ്. ഇങ്ങനെ വരും. വീട്ടിൽ എടുക്കാനൊക്കെ നല്ല സാരികളല്ലേ, നല്ല കോട്ടൺ. ഇങ്ങനെ വരും. സാരി നമ്പർ 25. നല്ലൊരു യെല്ലോ കളർ. യെല്ലോയില് ലൈറ്റ് വയലറ്റ് കളറാണ് കോമ്പിനേഷൻ വരുന്നത്. ചെറിയ എന്തോ ഒരു പാടുണ്ടാകത്ത്, അത്രേ ഉള്ളൂ. സാരി നമ്പർ 25. ചിലതിനൊക്കെ ലെങ്തിന്റെ പ്രശ്നമേ ഉള്ളൂ കേട്ടോ. ചില സാരിക്കൊക്കെ ലെങ്ത് ചിലപ്പോൾ 5 മീറ്ററിലും താഴെ വരുന്നുണ്ട് ചിലത്. സാരി നമ്പർ 26. ഇതിന് ലെങ്ത് ഇച്ചിരി കുറവുള്ള സാരിയാണ് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, ലെങ്ത് കുറച്ച് കുറവാണ്, അതാണ് ഇതിന്റെ പ്രശ്നം. ഒരു പാരറ്റ് ഗ്രീൻ കളറാണ്. 26. പ്യുവർ കോട്ടൺ സാരിയാണ്. 420 രൂപയാണ് ഓഫർ പ്രൈസ്. നമ്മൾ ഡിസ്കൗണ്ട് ഡാമേജ് സാരിയുടെ പ്രൈസ് ഇട്ടേക്കുന്നത് 420 രൂപയാണ്. ഒരു സാരി ആണെങ്കിൽ 50 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. 2 സാരി ആണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ. ഈ 2 സാരി ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു സാരി എടുക്കുന്നെങ്കിൽ. ഇങ്ങനെ വരും. നല്ലൊരു ബ്ലൂ കളർ. ചെറിയ എന്തോ ഒരു പാടുണ്ട് ഇതിനകത്ത്, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. സാരി നമ്പർ 27. നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് സാരി. ഇങ്ങനെ വരും. അടുത്തത് സാരി നമ്പർ 28. നല്ലൊരു ഗ്രീൻ കളർ, സഫയർ ഗ്രീൻ്റെ ഒക്കെ ഡാർക്ക്. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ പാട് ഇവിടെ വരുന്നുണ്ട്, ചെറുതായിട്ട് ചെറിയൊരു സ്പോട്ട്, അത്രേ ഉള്ളൂ ഇതിന്റെ ഡാമേജ്.
സാരി നമ്പർ 28. വാഷ് ചെയ്യുന്ന പോണമായിരിക്കും, ഞാൻ നോക്കിയില്ല കേട്ടോ. അത് ഡാർക്ക് കളറൊക്കെ ആകുമ്പോൾ അങ്ങനെ അറിയില്ല. 28. എല്ലാവരും വളരെ ആലോചിച്ചിട്ട് ശേഷം എടുക്കാവുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, അതുകൊണ്ടാണ് എക്സ്ചേഞ്ചോ റീഫണ്ടോ ഇതിനുണ്ടാവില്ല. ആലോചിച്ചിട്ടേ എടുക്കാവുള്ളൂ. അടുത്തത് സാരി നമ്പർ 29. ഇങ്ങനെ വരും, നല്ലൊരു കളർ ചാർട്ട്. സാരി നമ്പർ 29. സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിൽ നമ്പർ പറയാൻ മറക്കരുത്. സാരി നമ്പർ 30 ഇങ്ങനെ വരും. ഈ താഴ്ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്, കണ്ടോ, മുകളിലില്ല കേട്ടോ. ഇത് സാരി നമ്പർ 30. ഇതിന് പ്രത്യേകിച്ച് പല്ലു അങ്ങനെയൊന്നുമില്ല, പ്ലെയിൻ ഇങ്ങനെ സാരി കംപ്ലീറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അടുത്തത് സാരി നമ്പർ 31. ഒരു മസ്റ്റാർഡ് യെല്ലോ, ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോയില് ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോയുടെ ബോർഡർ വരുന്നു, ഇങ്ങനെ വരും. സാരി നമ്പർ 30. നല്ല സാരികൾ തന്നെ. അടുത്തത് സാരി നമ്പർ 32. നല്ല ലൈറ്റ് റോസ് കളറിന്റെ ലൈറ്റ് ഇല്ലേ, കളർ ഉണ്ടോ, ഒരു പിങ്കിന്റെ ലൈറ്റ്. 32. എന്റെ പല്ലുതേ ഇങ്ങനെ വരും. സാരി നമ്പർ 32. സാരി നമ്പർ 33. നമ്മളിതൊരു വീഡിയോ കാണിച്ചാണ്, സോൾഡ് ഔട്ട് ആകാത്തതാണ് കേട്ടോ. സാരി നമ്പർ 33. കംപ്ലൈന്റ് ഉള്ളതൊന്നുമല്ല. മുമ്പ് കാണിച്ചിട്ടുള്ളതാ കേട്ടോ ഇത്. സാരി നമ്പർ 34. നല്ലൊരു എന്താ ക്രീം കളറില് ഗ്രീൻ കളർ ബോർഡർ വരുന്നു, നല്ല അടിപൊളി സാരിയാ. ചെറിയൊരു പാടുണ്ട് കേട്ടോ ഇതിനകത്ത്, അകത്തേക്ക് പോകുന്ന ഭാഗത്തൊരു ചെറിയൊരു പാട് പോലെ, അത്രേ ഉള്ളൂ. സാരി നമ്പർ 34. ഇങ്ങനെ വരും പല്ലു. സാരി നമ്പർ 35. നല്ല ഒരു സാരിയാണ് കേട്ടോ. ഇതിന് ലെങ്ത് കുറച്ച് കുറവായിട്ട് 5 മീറ്റർ താഴെയാണ് ലെങ്ത് വരുന്നത്. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ഇങ്ങനെ വരും. നടുഭാഗത്തൊരു ചോക്ലേറ്റ് കളറാണ് ഇങ്ങനെ വരുന്നത്, ഒരു ലൈൻ വരുന്നുണ്ട് ക്രോസ് ആയിട്ട്. മെറൂൺ കളറാണ് ബോർഡർ വരുന്നത്, നല്ലൊരു മെറൂൺ കളറായിട്ടോ ബോർഡർ. 35. അടുത്തത് സാരി നമ്പർ 36. നല്ലൊരു പിങ്ക് കളറാണ് സാരി വരുന്നത്. പ്രത്യേകിച്ച് വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡറോ അങ്ങനെയൊന്നുമില്ല. ഇതാണ് പല്ലു വരുന്നത് കേട്ടോ, ഇങ്ങനെ വരും പല്ലു. സാരി നമ്പർ 36. അടുത്തത് സാരി നമ്പർ 37. ഒരു പേസ്റ്റൽ കളറാണ്, പേസ്റ്റൽ പീച്ച് കളർ സാരി. ഇങ്ങനെയുള്ള സാരികളിലൊക്കെ ചെറിയ പാട് വന്നാലും അങ്ങനെ, അതുകൊണ്ട് ഞാനതങ്ങ് മാറ്റി വെക്കുന്നത്. ഇതുപോലത്തെ ഒക്കെ ചെറിയ പാടുകളേ ഉള്ളൂ, കാണാൻ മാത്രം ഇല്ലെങ്കിലും നമുക്കത് കണ്ടിട്ട് പിന്നെ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. സാരി നമ്പർ 37. അടുത്ത സാരി നമ്പർ 38. ഒരു ലൈറ്റ് ബ്ലൂവില് ഇച്ചിരി ഡാർക്ക് ബ്ലൂ ആണ് ബോർഡർ വരുന്നത്, ഇങ്ങനെ വരും. ഇത് സാരി നമ്പർ 38. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ആദ്യം വരുന്ന ഓർഡറുകളാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മെസ്സേജസ് ആദ്യം വരുന്നതിനാണ് റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് കഴിവതും 2 സാരി തന്നെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക്
ഷിപ്പിംഗ് ചാർജ് ലാഭിക്കാൻ പറ്റും. ഇങ്ങനെ വരും. സാരി നമ്പർ 39 ഇങ്ങനെ വരും. എന്താ പറയാ, ഒരു ചന്ദന കളറിന്റെ ഒക്കെ പോലത്തെ, ചന്ദന കളർ അല്ല കേട്ടോ, ഇച്ചിരി ഒരു ഡാർക്ക് കളറാണ്, പീച്ച് കളർ പോലത്തെ ഒക്കെ ഒരു കളറാണ്. ഇത് വരും പല്ലു. നമ്പർ പറയാൻ മറക്കരുത് കേട്ടോ സാരിയുടെ. സാരി നമ്പർ 39. അടുത്തത് സാരി നമ്പർ 40. ഇങ്ങനെ വരും. നല്ലൊരു ലൈറ്റ് കളറിൽ ഇങ്ങനൊരു ബോർഡർ വരും. നല്ല സാരിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റും, ഡാമേജ് സാരികൾ. പക്ഷേ ഈ സാരികൾക്ക് നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് വലിയ കംപ്ലൈന്റ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ, അല്ല ഞാൻ ഒരിക്കലും ഡാമേജ് സാരി എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഈ സാരിയുടെ ഡിമാൻഡും വലിയ കംപ്ലൈന്റ് അല്ലാത്തത് കൊണ്ടുമാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. സാരി നമ്പർ 41 നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ഈ നടുക്കത്തെ ഗ്രീൻ ഷെയ്ഡ് ലൈറ്റും താഴെ വരുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക്, അങ്ങനെയാണ് എന്റെ വ്യത്യാസം. സാരി നമ്പർ 41. ലെങ്ത് കുറവാന്ന് തോന്നുന്നു. അടുത്തത് സാരി നമ്പർ 42. ഇതാണ് നല്ലൊരു സാരി കേട്ടോ. സാരി നമ്പർ 42. ചെറിയൊരു ഇതിന്റെ ഞാനത് കാണിച്ചു തരാൻ വേണ്ടി, അത്രയ്ക്കും ചെറിയൊരു കംപ്ലൈന്റ് ഈ സാരിക്കുള്ളൂ. കാണാൻ പറ്റില്ല, അത്രയ്ക്കും ചെറിയൊരു കുഞ്ഞൊരു കുത്തു പോലെ ഇവിടെ വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കത്, പിന്നെ അത് എനിക്കൊരു ഫസ്റ്റ് ക്വാളിറ്റി സെയിൽ ഇടാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് അത്രയ്ക്കുള്ള കംപ്ലൈന്റ്. ഇത്രയപ്പോൾ നമ്മളിൽ ഇരിക്കുന്ന ഡാമേജ് സാരീസ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഏതെങ്കിലും വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് വരുന്ന മെസ്സേജുകളാണ്. അതുപോലെ തന്നെ 2 സാരി എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ. പെട്ടെന്ന് മെസ്സേജുകൾ അയക്കുക, കാരണം പെട്ടെന്ന് തന്നെ തീരും. ഇതൊക്കെ നമുക്കറിയാലോ, ബംഗാൾ കോട്ടൺ സാരി എങ്ങനെയായാലും പെട്ടെന്ന് തീരും. അതുകൊണ്ട് ആലോചിച്ചിട്ട് മാത്രം വാങ്ങുക. അയ്യോ ഇനി ഇത് കൈ കിട്ടിയപ്പോൾ അവിടെ ഒരു പാടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് വിളിക്കരുത്. റിട്ടേൺ എടുക്കില്ല, എക്സ്ചേഞ്ചോ റീഫണ്ടോ ഈ സാരിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നത്, ചോദിക്കരുത് പ്ലീസ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ്. അടുത്ത ബംഗാൾ കോട്ടൺ സാരിയുടെ കളക്ഷൻസ് വന്നിട്ടില്ല, കുറച്ച് ദിവസം എടുക്കുമായിരിക്കും, കാരണം അത് കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.